ഒരു വ്യക്തിയിലേക്ക് പാർട്ടി കേന്ദ്രീകരിക്കും. നേരത്തേക്കുള്ള ഇപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ ലാർജർ ദാൻ ഒരു ഫിഗറായി മാറിയെങ്കിൽ, ഒരു വലിയ പാർട്ടിക്ക് അതീതനായി മാറിയ സമയത്തോ അല്ലെങ്കിൽ ഗൗരിയമ്മയെ പോലുള്ള ഒരാളും അതീതനായി മാറിയ സമയത്തോ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. വി.എസ്. ഭരിച്ചിരുന്ന സമയത്ത് പാർട്ടി നിയന്ത്രിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പോലും പാർട്ടി എഴുതി കൊടുക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ തിരിച്ചാണ്. അതായത് മുഖ്യമന്ത്രി പാർട്ടിയെ നിയന്ത്രിക്കുന്ന, അത് കേരളത്തിലെ കമ്മിറ്റിയെ മാത്രമല്ല കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോയും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് എത്തി. അപ്പോൾ അതൊരു കറക്റ്റീവ് ഫോഴ്സായി പാർട്ടിക്ക് പോലും മാറാൻ കഴിയാത്തൊരു പ്രത്യേകമായൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടെന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ താഴെത്തട്ടിലേക്കും ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സംഘടനാ കമ്മിറ്റികൾ ഒന്നുകിൽ ഒരു ബ്യൂറോക്രാറ്റിക്കായൊരു സംവിധാനമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ബഹുജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ആർക്ക് അനുകൂലമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വലിയ വികസന പ്രവർത്തനങ്ങൾ ഇതിനനുകൂലമായിട്ടാണോ ചിന്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് പാർട്ടി മാറുന്നുണ്ട്. അതെങ്ങനെ തിരുത്തും എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രതിഫലനമായിരിക്കും ഇന്ന് മുതിർന്ന നേതാവായ എം മണി ഞങ്ങൾ ആനുകൂല്യങ്ങളെല്ലാം നൽകി, അത് വാങ്ങിയതിന് ശേഷം ജനം തിരിച്ചുകൂത്തി എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേ മനോഭാവം പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉണ്ടായത്. സർക്കാർ ഇത് ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നുണ്ട്, പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്താൽ പോരാ, നിങ്ങൾ വേറെ എന്തിനാ ആലോചിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു.